അതിന് മോൾ അവിടെ പാടിയോ? പാടി, അത്രയ്ക്ക് നന്നായിട്ട് പാടി. എന്തൊരു സ്വരമാധുരി! സത്യത്തിൽ ശ്യാമ എന്റെ മകന്റെ ഭാര്യ എന്ന് പറയുന്നതിൽ ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു. ആ പാട്ട് എന്റെ മനസ്സിനെ ഇപ്പോഴും ഇങ്ങനെ സന്തോഷിപ്പിക്കുകയാണ്. അങ്ങനെ പാടുകയെന്ന് പറഞ്ഞത് അരുന്ധതി മാഡം സമ്മതിച്ചിട്ട് അച്ഛാ. വിസ്മയ അവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെ സമ്മതിച്ചു? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സമ്മതിച്ചു പോയതാ. അങ്ങനൊരു സാഹചര്യം അവിടെ വന്നു, അതുകൊണ്ടാ. അല്ല, ശ്യാമ പാടുന്നതിന് ആരുടെയെങ്കിലും സമ്മതം വേണോ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ശ്യാമ ഒന്നും മിണ്ടാത്തത്? അല്ല, അരുന്ധതി സമ്മതിച്ചിട്ടാ ശ്യാമ പാടിയെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ചോദിച്ചത്. എന്താ കാര്യം? അല്ല, ഞാൻ അറിയുന്നതിൽ പ്രശ്നമില്ലെങ്കിൽ പറയും. അല്ല, ഇവിടെ ഇഷ്യൂസ് എന്താ? അത് ചോദിച്ചപ്പോ ശ്യാമ എസ്കേപ്പായി. അപ്പൊ എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. അത് വർമ്മ സാറേ, ഞാൻ പറയാം. ഇനി ഇത് സാറിന്ന് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ശ്യാമയെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്ഥാനമാണ് സാറിന്. വിസ്മയ എന്നൊരു പാട്ടുകാരിയില്ലേ? അറിയാം, ആ കുട്ടി നന്നായി പാടും. വിസ്മയുടെ പാട്ടുകൾ എനിക്കും വസുവിനും ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ വസു ആ ശബ്ദത്തിന്റെ ആരാധികയാണ്. വർമ്മ സാറേ, യഥാർത്ഥത്തിൽ അത് വിസ്മയുടെ ശബ്ദമല്ല, നമ്മുടെ ശ്യാമയുടെ ശബ്ദമാണ്. അന്ന് ഞങ്ങളുടെ അപ്പുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രൂപ ഒന്ന് സഹായിച്ചത് അരുന്ധതി മേഡമാണ്. വിസ്മയയ്ക്ക് വേണ്ടി പാടാവുന്ന ശ്യാമയ്ക്ക് ഒരു കരാറിൽ ഉൾപ്പെടേണ്ടി വന്നു. ക്രമേണ അവരെ അമ്മയും മകളും പിടിമുറുക്കുമായിരുന്നു. ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് തന്നെ സ്വന്തമല്ലാതായി. അത് വിസ്മയുടെ മാത്രമായി. കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുക. എന്ത് കരാറായത്? സത്യത്തിൽ എന്റെ മോളെ അവര് പെടുത്തിയത്. അതിന്റെ പേരിൽ എന്റെ മോൾ ഒരുപാട് അനുഭവിച്ചു. ഞങ്ങളെ അവരുപദ്രവിച്ചു. പിന്നെ ഇന്ന് എന്താണാവോ ഇങ്ങനെ പാടാൻ അനുവദിച്ച്? അതിലും എന്തെങ്കിലും ചതി കാണും. എന്റെ മോള് ഇന്ന് എങ്ങനെ അറിയപ്പെടേണ്ടതാ? എന്തു ചെയ്യാം? വിധി അതിന് അനുവദിച്ചില്ല. ഇത് വിധിയല്ല, ബുദ്ധിമോശമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഏതായാലും ഞാൻ ശ്യാമയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇതൊക്കെ കേട്ടിട്ട് സത്യത്തിൽ നിനക്ക് നല്ല തല്ലു വെച്ച് തരേണ്ടതാ. അല്ലെങ്കിൽ നിന്നെ മാത്രം പറയുന്നതിനാ? എന്റെ മോൻ, അവനെ ശരിക്കും തല്ലേണ്ടത്. അയ്യോ അച്ഛാ, അഖിൽ സാർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഈ കരാർ ഒപ്പിട്ടത് എന്റെ വിവാഹത്തിന് മുൻപാ. പിന്നെ ഈ അടുത്ത അഖിൽ സാറും ഇതൊക്കെ അറിയുന്ന. അപ്പോ അവരോട് പ്രശ്നത്തിനൊക്കെ ഒരുങ്ങിയതാ. ഞാനും അച്ഛനും അമ്മയും ഒന്നിനും സമ്മതിക്കാഞ്ഞിട്ടാ. പിന്നെ അഖിൽ സാർ എന്നെ കൊണ്ട് കൃഷ്ണ തുളസി എന്നുള്ള പേരിൽ സ്വന്തമായിട്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഇടയ്ക്കെൻ്റെ ശബ്ദം പോയതിൻ്റെ പേരിൽ
അത് നടന്നില്ല. സത്യത്തില് ഇതിന്റെയൊക്കെ പ്രധാന കാരണം ഞാൻ തന്നെയാ. എന്നാലും എനിക്ക് മനസ്സിലാവാത്തത് അതാ, ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്ന ഇത്രയും നല്ലൊരു ശബ്ദം അത് മറ്റൊരാൾക്ക് പണയം വെക്കുക എന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, അന്ന് ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അപ്പുവിന്റെ ജീവൻ അതായിരുന്നു ഞങ്ങൾക്ക് അന്ന് വലുത്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. എന്തായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ അരുന്ധതിയുടെ കടം ഞാൻ വീട്ടാം. എന്നുവെച്ചാൽ പൊട്ട എഗ്രിമെന്റ് ഞാൻ പിൻവലിപ്പിക്കാം. എന്താ? അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയ സ്റ്റാർ ആകണ്ട. അത് ഇനി ഞാൻ സമ്മതിക്കില്ല. അരുന്ധതി വിളിക്ക്, എവിടെ ഉണ്ടോ ചോദിക്കേ. ഇനി താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, വർമ്മ സാറേ, ഒന്നും തോന്നരുത്. അത് ഞങ്ങളായിട്ടുണ്ടാക്കിയ കടവാ. ഞങ്ങൾ തന്നെ തീർത്തോളാം. ഇവിടെ ശ്യാമയുടെ കാര്യത്തിൽ ഞാനൊന്നും നീയൊന്നും നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പറയാ. സാറ് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിമാന പ്രശ്നമാണ്. സാറ് മറിച്ചൊന്നും വിചാരിക്കല്ലേ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ ശ്യാമ മറ്റാർക്കും വേണ്ടി പാടുന്നില്ല. ഇനി ശ്യാമ പാടുന്നത് ശ്യാമയ്ക്ക് വേണ്ടി മാത്രം. അത് മതി. എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ശരി അച്ഛാ. എന്നാൽ ഞാൻ ഇറങ്ങി ആക്കിയെ കൂടെ ഒന്ന് കാണണം. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ, സാർ ഇതിനൊന്നും തെറ്റുകാരനല്ല. അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നോക്കി തീരുമാനിക്കാം. അച്ഛാ, മോളെ, നിന്റെ ആക്കിയുടെയും വെഡിങ് ആനിവേഴ്സറി നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അച്ഛാ, അതെങ്ങനെ ശരിയാവും? അമ്മ. ആ ടെൻഷനൊന്നും നീയും ആക്കി തലയെ വലിച്ച് കേട്ടണ്ട. വസുവിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലും അച്ഛൻ അത് ഒരെന്നാലും ഇല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ പിന്നെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുക. എല്ലാവരും, പ്രത്യേകിച്ച് വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രഖ്യാപനം. മികച്ച ഒരു ഗായികയാണ് ശ്യാമയൻ. അന്നു മുതൽ വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല, ആരാധനയും തുടങ്ങും. നോക്കിക്കോ. ഓക്കെ, ശരി മോളെ, ശരി. ഇപ്പൊ കാണാം. ശരി സാർ. ഇവിടെ ഒരു അച്ഛനും അമ്മയും എന്ന് നന്നാവാനാ. എന്റെ ദേവിയെ, ഞങ്ങള് വരുത്തി വെച്ച കട ഞങ്ങള് തീർത്തോളാന്ന്. ഇത് അഭിമാനമല്ല, ഒരു അഭിമാനം. മോളെ, ഇങ്ങനെ വിഷമിക്കാതെ. എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് മോളെ. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന അമ്മയും തളർന്നു പോകും. അമ്മേ, എന്റെ മോള്, ഞാൻ പറയുന്നത് കേക്ക്. എല്ലാത്തിനും അമ്മയല്ലേ കൂടെ. അവിടെ അവള് പാടി അങ്ങനെ സ്കോർ ചെയ്തപ്പോ ഞാനങ്ങ് ഇല്ലാതായി പോയി മമ്മി. ഞാനേ ചെറുതായി ചെറുതായി ഭൂമിയിലേക്ക് താഴ്ന്നു പോകുന്ന പോലെ തോന്നി.
അവളുടെ പാട്ട് കഴിഞ്ഞപ്പോ ആളുകളുടെ ആ കരഘോഷം, അവൾ അങ്ങനെ റാണിയെ പോലെ എല്ലാവരുടെയും മുന്നില് അഭിനന്ദിക്കുക, ചുറ്റും നിന്ന് എല്ലാവരും അവളെ അഭിനന്ദിക്കുക. മമ്മിയും അത് കണ്ടു നിന്നല്ലേ. അവിടെ ഒരു രാജ്ഞിയെ പോലെ ആ അഭിനന്ദനങ്ങളുടെ മുന്നിൽ ഞാനല്ലേ നിൽക്കേണ്ടത്. പക്ഷെ അതൊക്കെ അവള് തട്ടിയെടുത്തില്ലേ. ഒരു ശബ്ദമില്ലാത്തവളായി പോയില്ലേ ഞാൻ. ഇനി എന്റെ ഭാവി ഇരുളടഞ്ഞതാവില്ലേ മമ്മി. ശ്യാമയുടെ ശബ്ദം ഇല്ലെങ്കിൽ വിസ്മയ എന്ന ഗായിക അങ്ങ് അവസാനിക്കില്ലേ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ പേരും പ്രശസ്തിയും എല്ലാം എല്ലാം വീണുടയാൻ പോകുകയല്ലേ മമ്മി. മോള് പറഞ്ഞത് ശരിയാ. ആ ആനന്ദവർമ്മ ഇപ്പം നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അവള് എല്ലാം എല്ലാം അയാളോട് പറഞ്ഞിട്ടുണ്ടാവും. ആ വർമ്മ അയാളെയാ സൂക്ഷിക്കേണ്ടത്. അയാൾക്ക് പണം ഒരു പ്രശ്നമല്ല. നമ്മളും ശ്യാമയും തമ്മിലുള്ള കരാർ അവസാനിപ്പിക്കാൻ അയാൾ എന്തും ചെയ്യും. അയ്യോ മമ്മി, എന്നെ കൂടുതൽ ടെൻഷൻ ആക്കാതെ. ഇല്ല മോളെ, എന്തൊക്കെ സംഭവിച്ചാലും നമ്മളങ്ങനെ തോൽക്കില്ല. തോൽക്കാൻ സമ്മതിക്കില്ല ഞാൻ. എനിക്കും എന്റെ മോൾക്കും ജയിക്കണം. വിസ്മയ എന്ന പാട്ടുകാരി ഇനിയും ഉയരങ്ങളിലെത്തണം. ആ സ്വപ്നത്തിനു വേണ്ടി, എന്റെ മോൾക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. എന്തും. എനിക്കറിയാം അതിനെന്താ വേണ്ടതെന്ന്. ഇനി ഒരാളെ കൊല്ലേണ്ടി വന്നാലും ഞാനത് നടത്തിയിരിക്കും. നോക്കിക്കോ. എന്റെ മോന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛനെന്നെ കളിയാക്കിയതാണല്ലേ? കളിയാക്കാനോ? എന്തിന്? ഈ പച്ചക്കറി കട നടത്തുന്നതിനോ? കോട്ടും സൂട്ടും കാറും ഓഫീസുമായി നടന്ന എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടായല്ലോ. അതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. എന്ത് ജോലി ചെയ്യുന്നു എന്നതിലല്ല കാര്യം, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അതിനോടുള്ള സ്നേഹം, ആത്മാർത്ഥത, അർപ്പണബോധം, അതാ പ്രധാനം. ഈ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം എൻ്റെ മോനുണ്ട്. അച്ഛനെന്ന നിലയിൽ എനിക്കതിൽ അഭിമാനമുണ്ട്. മതിയേച്ച, അച്ഛൻ്റെ ഈ വാക്കുകൾ അത് മാത്രം മതി. എനിക്ക് ഇനിയും മുന്നോട്ട് പോവാൻ. ആ, ഞാൻ ഇന്നൊരു ഫംഗ്ഷന് പോയിട്ട് വരിക. അവിടെ വലിയൊരു അത്ഭുതം നടന്നു. അത്ഭുതം? എന്തത്ഭുതം? ഞാൻ ഫംഗ്ഷനെ കുറിച്ച് ലേറ്റായിട്ടാ ചെന്നു. അപ്പോ ഒരു പെൺകുട്ടി നിന്ന് പാടുക. എന്താ ഒരു ശബ്ദം, എന്താ ഒരു ഭാവം. ആ പാട്ടുകാരി ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. എന്നിട്ടെന്താ, പാട്ട് തീർന്നപ്പോൾ ഞാൻ അറിയാതെ കൈയടിച്ചു പോയി. പിന്നെ അവിടെ ശരിക്കും കരഘോഷമായിരുന്നു. ഞാൻ നേരെ ആ പാട്ടുകാരി കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവളെ തോളിൽ കൈവച്ച് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, വളരെ അഭിമാനത്തോടെ പറഞ്ഞു, ഇവൾ എന്റെ മകന്റെ ഭാര്യയാണെന്ന്, എന്റെ മകളാണെന്ന്. അങ്ങനെ എന്റെ അഖിമോൻ അച്ഛൻ പോലും അറിയാതെ കാത്തു സൂക്ഷിച്ച രഹസ്യം ഒടുവിൽ ഞാൻ കണ്ടെത്തി.
അച്ഛാ അത് ഞാൻ ഒന്നും പറയണ്ട. നമ്മുടെ ശ്യാമ ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാനും കൂടെ അറിയേണ്ടതായിരുന്നു. അച്ഛാ അതിനിടയ്ക്ക് ചില ഇഷ്യൂസ് ഉണ്ടായി. അതാ ഞാൻ അച്ഛനോട് പറയാതിരുന്ന. വേണ്ട, ഇനി വിശദീകരിക്കൊന്നും വേണ്ട. എല്ലാ ഇഷ്യൂസും എനിക്കറിയാം. ഞാൻ ശ്യാമയുടെ അച്ഛനും അമ്മയും കണ്ട് സംസാരിച്ചിട്ട് വരിക. എടാ, ഇക്കാര്യത്തിൽ ഞാൻ തെറ്റി പറയുന്ന അവരെയല്ല, നിന്നെയാ. നീ ഇതറിഞ്ഞ നിമിഷം ഇതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണമായിരുന്നു. അത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. എന്തായാലും ഇതുവരെ നടന്നത് നടന്നു. ഇനി ആ ഫൂളിഷ് അഗ്രിമെന്റിന്റെ പേരിൽ ശ്യാമയുടെ ഭാവി നശിപ്പിക്കരുത്. ഇനിയെങ്കിലും അവൾ ലോകമറിയുന്ന പാട്ടുകാരിയാവണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്യണം. അഖിൽ, ഇതെന്താ ഈ വേഷത്തിൽ, അതും ഇവിടെ? ഇത് എന്റെ പച്ചക്കറി കടയാ. അഖിൽ തമാശ പറയാണോ? അല്ല സാർ, ഞാൻ പറഞ്ഞ സത്യം തന്നെ. ഞാനായി കട നടത്തുന്നത്. എന്താ സാർ ഒന്നും മിണ്ടത്തെ? സത്യത്തെ എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അഖിലിനെ പോലെ നല്ല ബിസിനസ് നടത്തിയിരുന്ന ഒരാൾ ഇപ്പൊ ഈ പച്ചക്കറി കട നടത്തുകയെന്ന് പറഞ്ഞാൽ? അതും ബിസിനസ്, ഇതും ബിസിനസ്. ഇത് ലാഭം കുറവാണെന്നേ ഉള്ളൂ. അതിനേക്കാൾ ഏറെ സംതൃപ്തി എനിക്കിതിൽ കിട്ടുന്നുണ്ട്. അതല്ലേ പ്രധാനം. ഓക്കെ സമ്മതിച്ചു. പക്ഷെ അഖിലിന്റെ അച്ഛൻ മിസ്റ്റർ ആനന്ദവർമ്മ വലിയൊരു ബിസിനസ്മാൻ ആണെന്ന് കേട്ടിട്ടുണ്ട്. ആളെ എനിക്ക് പരിചയമില്ല, എങ്കിലും അച്ഛൻ സഹായിക്കില്ലേ? അച്ഛനും അമ്മയും ഏട്ടന്മാരും എല്ലാം സഹായിക്കും. ആ സഹായങ്ങളൊന്നും തൽക്കാലം ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുക. അത് അഖിൽ അവരുടെ അഭിമാനം രക്ഷിക്കാൻ പറയുന്നതാ. എന്നാലും ആ അച്ഛൻ ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ മകനോട് പെരുമാറരുതായിരുന്നു. സോറി, ഇതെല്ലാം നിങ്ങളുടെ ഫാമിലി മാറ്ററാ. പക്ഷെ ഞാൻ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. അതൊക്കെ പോട്ടെ. നമ്മുടെ പാട്ടുകാരിക്ക് സുഖമാണോ? കൃഷ്ണ തുളസിയുടെ ശബ്ദം തിരിച്ചു കിട്ടി. ഗുഡ്, സന്തോഷ വാർത്തയാണല്ലോ. ഇപ്പോ വീട്ടില് മ്യൂസിക് ട്യൂഷൻ നടത്തുക. അപ്പൊ നമ്മുടെ ആ പഴയ പാട്ട് പൊടിതട്ടിയെടുക്കാമെന്ന് തോന്നുന്നു. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൃഷ്ണ തുളസി ആ പാട്ട് പാടണമെന്ന്. അന്നത് നടന്നില്ല. പിന്നെ ആ പാട്ട് മറ്റൊരാളെ കൊണ്ട് പാടിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ആ പാട്ട് കൃഷ്ണ തുളസി പാടിയാലേ ശരിയാവൂവെന്ന് ഒരു തോന്നൽ. ഇനിയിപ്പോ ശബ്ദം ഓക്കെ ആയ സ്ഥിതിക്ക് ആ പാട്ട് കൃഷ്ണ തുളസി തന്നെ പാടട്ടെ. അഖിലെന്താ മറുപടി പറയാത്ത? ഓക്കെ സാർ, താങ്കൾ പറഞ്ഞ ആ പാട്ട് ശ്യാമ പാടിയിരിക്കും. ശ്യാമയോ? അത് സർ, അന്ന് കൃഷ്ണ തുളസിക്ക് പേര് മാറ്റി പറയേണ്ടി വന്നതാ. യഥാർത്ഥ പേര് ശ്യാമെന്നാ. അതിനിടയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട്. അത് ഞാൻ സാറിന്റെ ഓഫീസിൽ വന്ന് വിശദമായിട്ട് പറയാം. കൃഷ്ണ തുളസിയുടെ യഥാർത്ഥ പേര് ശ്യാമയാ. അതാ സാർ ഞാൻ പറഞ്ഞത്, സാറിന്റെ പാട്ട് ശ്യാമ പാടുവെന്ന്. ഇതാരാ മനസ്സിലായില്ല? സാറ് കുറച്ചു മുമ്പ് പറഞ്ഞ ആ കണ്ണിച്ചോരയില്ലാത്ത അച്ഛൻ ഞാനാ, ആനന്ദവർമ്മ. ഓ സോറി സാർ, കണ്ടതിൽ വളരെ സന്തോഷം. ഓ സാരമല്ല, ആരായാലും ഇങ്ങനെ പറയും. ഇതൊരു ചെറിയ ഫാമിലി ഇഷ്യൂ, അതൊക്കെ ശരിയാവുന്നേ. ആ, നമുക്കിപ്പോ ശ്യാമയുടെ പാട്ടിന്റെ കാര്യം സംസാരിക്കാം. അത് സംസാരിക്കാനൊന്നുമില്ല. അഖിലും കൃഷ്ണ തുളസിയും, ഓ സോറി, ശ്യാമയും ഓക്കെ ആണെങ്കിൽ ഉടൻ റെക്കോർഡിങ്ങിന് വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്യാം. ഇനിയും ആലോചിക്കാൻ നീക്ക് സമ്മതിക്കടാ, ഞാനല്ലേ പറയുന്നത്. ഓക്കെ സർ, റെക്കോർഡിങ്ങിന് വേണ്ടത് ചെയ്തോളൂ. അപ്പോൾ അഖിൽ, ബാക്കി കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം.
വർമ്മ സാർ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ അഖിൽ, നമുക്ക് കാണാം. വരട്ടെ. ശരി സാർ. ഡാ, ശ്യാമ നിന്റെ പെണ്ണ. അപ്പൊ അവളെ ലോകമറിയുന്ന ഒരു ഗായികയാക്കേണ്ടത് നിന്റെ കടമയാണ്. ഓർത്തോ?